ഒരാഗ്രഹത്തിന്റെ പുറത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ കുറച്ച് ഇൻട്രോവേർട്ടുകളുടെ ഫസ്റ്റ് വ്ളോഗാണിത്. കോട്ടയത്ത് കാറ്റാടിക്കടവിലേക്കുള്ള യാത്രയിലാണ്. ഓക്കെ, അയ്യോ എല്ലാരും ക്ഷീണിച്ചത്. മഴ ഡോക്ടറെ അങ്ങനെ മുകളിലേക്ക് എത്തുന്തോറും ഇതുപോലുള്ള കുറേ നല്ല നല്ല സ്പോട്ടുകളെല്ലാം കണ്ടു തുടങ്ങി. 1.5 കിലോമീറ്ററോളം നടന്നിട്ട് വേണം കാറ്റാടിക്കടവ് വ്യൂ പോയിന്റിലേക്ക് എത്താൻ. അതിൽ തന്നെ കൂടുതലും കയറ്റമാണ്. സംഭവം കുറച്ച് ടാസ്ക് ആണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ കിട്ടിയൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതായിരുന്നു. എങ്ങോട്ട് നോക്കിയാലും മഞ്ഞോട് മഞ്ഞ്, ഡിവൈൻ ഹാപ്പിനെസ്. ഈ മലയുടെ മേളിൽ വന്ന് കയറിയത് നട്ടുച്ചക്കാണെങ്കിലും ചൂടൊന്നും ഫീൽ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം നല്ല മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും നല്ല കാറ്റും. വ്യൂ പോയിന്റിൽ നിന്ന് നേരെ പോയത് ആ കാണുന്ന മലയുടെ മേളിലോട്ടാണ്. ആക്ച്വലി തിരിച്ചു പോകാൻ തുടങ്ങിയതായിരുന്നു. പക്ഷേ ആ മലയുടെയൊക്കെ മേളിലായിട്ട് കുറച്ച് പേര് നിൽക്കുന്നത് പോലെ കണ്ടു. പിന്നൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ഇറങ്ങാൻ പോകുന്നത് റിസ്കി ഷോട്ടാണ്. ഇതിനെ കൊണ്ടാണ് പോകേണ്ടത്. ഞാനാണ് ഗൈഡ് ചെയ്യണത്. ഈ ഒരു സ്പോട്ടായിരുന്നു ഈ ട്രെക്കിങ്ങിൽ ഏറ്റവും ടാസ്ക് പിടിച്ചൊരു സ്ഥലം. ഇഷ്ടംപോലെ പാറ കണ്ടിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മേളിൽ കൂടി അള്ളിപ്പിടിച്ച് കയറാന്ന് പറഞ്ഞത് ചെറിയൊരു പണിയായിരുന്നു. പിന്നെ എന്തായാലും നടന്നു തുടങ്ങിയ സ്ഥിതിക്ക് ഇനി ഇതിൻ്റെ അറ്റം കണ്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന വാശിപ്പുറത്താണ് എല്ലാവരും. ഇതിൻ്റെ മേളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. മഞ്ഞ് പുതച്ച് നിൽക്കുന്ന പുൽമേടുകളെന്നൊക്കെ സാഹിത്യപരമായിട്ട് വേണമെങ്കിൽ പറയാം. വിശപ്പിൻ്റെ വെളി വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അത്രയും ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ കുറച്ച് നേരത്തേക്ക് എന്ത് പറയണമെന്ന് സത്യമായിട്ടും അറിയില്ല. അതുകൊണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ ഒരു BGM അങ്ങോട്ട് ഇട്ട് തരാം. അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് ചാനലിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ അവർക്കിത് കലങ്ങും. ഞാൻ ഓണാക്കി തുണി പറഞ്ഞു പറഞ്ഞിട്ടാ റൈക്കോട്ട് ഇറങ്ങേണ്ടി വരും. ഏകദേശം 12:15 ഞങ്ങൾ ഈ മല കയറി തുടങ്ങിയത്. ഇപ്പോൾ സമയം 3 മണി. റെയിൻകോട്ടും കുടയടക്കം എല്ലാം എടുത്തെങ്കിലും കഴിക്കാനായിട്ട് സ്നാക്സ് എടുക്കാൻ മാത്രം മറന്നുപോയി. തിരിച്ചിനി ഇതുപോലെ തന്നെ 1 മണിക്കൂറിൽ കൂടുതൽ നടക്കാനുണ്ട്. ആ ഒരു തിരിച്ചറിവാണ് നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഈ മഴക്കാലത്ത് ട്രക്കിംഗ് ഒക്കെ പോകാൻ ഇഷ്ടമുള്ളവർ ഒട്ടും സമയം കളയണ്ട, വേഗം വിട്ടു.